ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എല്ലാത്തിനും പ്രതികരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത് അമിത്ഷായ്ക്കെതിരെ ഒരക്ഷരം മിണ്ടാത്തത്? ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപം ഉണ്ടായിട്ട് മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ പേടിക്കുന്നത്? ഇത് അല്ലാതെ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി ശരിവെക്കുന്നുണ്ടോ? ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഭരണഘടന നമ്മൾ ആലോചിക്കേണ്ട ചർച്ച എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ ചർച്ച എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചർച്ച? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 75ാമത് വാർഷികം നവംബർ 26 ആഘോഷിക്കാൻ വേണ്ടി പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ സമ്മേളനം വിളിച്ച ആ സ്പെഷ്യൽ സമ്മേളനത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ പരാമർശം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ പരാമർശം ഉണ്ടായിട്ട് ആ പരാമർശത്തിനെതിരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇത് ഞാനിന്ന് ചില മാധ്യമങ്ങൾ എഡിറ്റോറിയൽ എഴുതിയത് കണ്ടു. ഞാൻ ആ എഡിറ്റോറിയലിനെ ബഹുമാനിക്കുന്നു, പാർലമെൻറ്റ്. പക്ഷേ ആ എഡിറ്റോറിയൽ ഞാൻ ഒരു വാചകം കൂടി ആഗ്രഹിച്ചു. ആഭ്യന്തരമന്ത്രിയിൽ നിന്നും വരാൻ പാടില്ലാത്തൊരു വാക്കായിരുന്നു ഈ വാക്ക് എന്ന് ആ മാധ്യമങ്ങൾ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മുഖ്യമന്ത്രി മാത്രമല്ല, അതുണ്ടായില്ല. കേരളത്തിലെ മുതിർന്ന CPM നേതാക്കളോ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോ ഒന്നും തന്നെ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന CPM ലീഡർഷിപ്പ് ഒന്നും തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ല. CPM ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, അല്ല അവർക്ക് ഒന്നും ചർച്ച നടക്കുന്നില്ല. അവർക്ക് തിരക്ക്, അവർക്ക് ഇതിലൊന്നും സമയമില്ല. അവർക്ക് തിരക്ക്. പിന്നെ യാത്രക്കാരുടെ വഴിമുടക്കി സ്റ്റേജ് കെട്ടിയാലും യാത്രക്കാർ നടന്നു പോയാൽ മതി എന്ന് പറയുന്ന ആ ഒരു അതിനൊക്കെയുള്ളതാണല്ലോ അവർക്ക് തിരക്ക്. നടന്നു പോയാൽ മതി, എന്തിനാ കാറ് പോകുന്നത്? ഞങ്ങൾ സ്റ്റേജ് കെട്ടിയാൽ നിങ്ങൾ നടന്നു പോയിക്കൊള്ളണം. ഞാൻ കണ്ടു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നില്ല. എന്താ അതിനൊക്കെ ഞാൻ പറയാം. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എന്താ തെറ്റ്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സമുദായ നേതാക്കന്മാരെ എല്ലാവരെയും സാമുദായിക സംഘടനകളെയും ഉൾക്കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ്. അത് ഒരു മതനിരപേക്ഷ പ്രസ്ഥാനമാണ്. എല്ലാ സമൂഹത്തെയും ഉൾക്കൊള്ളണം. അത് എല്ലാ ജാതിയെയും എല്ലാ മതത്തെയും എല്ലാ സമുദായത്തെയും ഉൾക്കൊള്ളണം. ആ സമുദായത്തിൻ്റെ ആളുകൾക്ക് അവർക്ക് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാം. അവരുടെ അഭിപ്രായമായിട്ട് നമ്മളെടുക്കുക. അപ്പോൾ ആ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതുകൊണ്ട് നമുക്കെന്താ അതിനകത്ത് പ്രശ്നം? നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു VD സതീശൻ വിരുദ്ധ ചേരി APC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞത് ഇതന്നെ. ഞാൻ പറഞ്ഞോട്ടെ, മാധ്യമങ്ങൾക്ക് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഇതൊക്കെയല്ലേ? കോൺഗ്രസിനകത്ത് ഇപ്പം സമാധാന കാലഘട്ടമാണ്. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ, 2026 ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുക. അതിനുള്ള ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി പോവുകയാണ് എല്ലാവരും. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ച് അത് കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമാണെന്ന് വരുത്തി തീർക്കുന്നത് ഫലത്തിൽ അത് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനായിട്ട് എനിക്ക് കാണാൻ പറ്റും. CPM വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനായിട്ട് എനിക്ക് കാണാൻ പറ്റും. കേരളത്തിലെ പ്രമുഖമായ സമുദായ സംഘടനകളുടെ 2 സമുദായ സംഘടനകളുടെ ലീഡർഷിപ്പ് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരട്ടെ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണോ എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ മനോഭാവം എന്താ കോൺഗ്രസിന് എതിരായിട്ടാണോ വന്ന് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എന്തിനാണ് കാണുന്നത്? ഇപ്പോൾ സമുദായ സംഘടനകളായാലും പിന്നെ മതസംഘടനകളായാലും ഒക്കെ തന്നെ അവരവരുടെ സ്പേസിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അവർക്ക് സ്പേസ് ഉണ്ട് കേരളത്തിൽ. അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട്. രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ സ്പേസ് ഉണ്ട്. സമുദായ സംഘടന സ്പേസിനെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ പാർട്ടിയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുക. നമസ്കാരം.